ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇന്ന് ഞാനൊരു വീഡിയോ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാനിവിടെ പകലില്ലാഞ്ഞുകൊണ്ടേ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്കിന്ന് കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന മാറ്റർ എന്ന് പറയുന്നത് 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ആണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മിക്ക വീടുകളിലും സ്ഥിതി ഒരു 45 വയസ്സ് കഴിഞ്ഞ് 50 വയസ്സൊക്കെ ആയ സ്ത്രീകൾക്ക് ജോലിയൊന്നുമില്ലാതെ അവരുടെ വീട്ടിൽ അടുക്കളയിലുള്ള പണികളും പുറത്തുള്ള പണികളും ഒക്കെ ചെയ്ത് അവരുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുക. നമുക്ക് മനുഷ്യന്റെ കാര്യമാണ്. നമ്മൾ ഇന്ന് വൈകിട്ട് കയറി കിടന്നു, നാളെ രാവിലെ എണ്ണിച്ചെങ്കിലല്ലേ എണ്ണിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള സമയം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇനി 50 വയസ്സ് കഴിഞ്ഞു, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു വരുമാനവും ഇല്ല, ഇത്രയും നാളും ഭർത്താവിനെ ആശ്രയിച്ചാൽ കഴിഞ്ഞത്, ഭർത്താവാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്, ഇനി നമ്മൾ മക്കളെ ആശ്രയിക്കണം. മക്കള് പിന്നെ എല്ലാ മക്കളൊന്നുമില്ല, എൻ്റെ മക്കൾ എന്നെ നല്ലോണം നോക്കുന്നുണ്ട്, നല്ല സ്നേഹമുള്ള മക്കളാണ്, ഭർത്താവ് നല്ലോണം നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാത്ത വീടുകളും ഉണ്ടല്ലോ. നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അച്ഛനെയും അമ്മയെ കൊണ്ട് അനാഥാലയത്തിലൊക്കെ തള്ളിവിടുന്ന മക്കളെ കാണുന്നില്ലയോ. നമുക്കൊന്നും പറയാൻ പറ്റില്ല, നാളത്തെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ള സമയത്ത് നമ്മളാൽ കഴിയുന്ന എന്ത് ജോലി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന, കാരണം 50 വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഇനി ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ലോ. അപ്പം നമ്മളാൽ കഴിയുന്ന ജോലി വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും, ഏത് രീതിയിൽ വരുമാനം ഉണ്ടാക്കി നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം, സ്വയം കണ്ടെത്തണം. നമുക്ക് സ്വന്തമായിട്ട് 10 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഭർത്താവാണ് ഇത്രയും നാളും തന്നത്, ഭർത്താവ് ചോദിക്കുന്നത് തരും. പക്ഷെ എപ്പോഴും അവരായി കാണത്തില്ലല്ലോ. അല്ലെ നമ്മൾ അതുപോലെ വരുമാനമുള്ളവരായിരിക്കണം. ഓരോ കാര്യങ്ങൾക്കും ചോദിക്കുമ്പം അവരുടെ വീട്ടിലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട അതുകൊണ്ട് എൻ്റെ കയ്യിലില്ല, അല്ലെ അത് ചെയ്യാനില്ല, ഇത് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ടൊരു വിഷമം വരും. നമ്മുടെ കയ്യിൽ 10 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ലേ. നമ്മുടെ ഈ 10 പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷവുമാണ്. ഇതൊരു കടയിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങിക്കണം, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിച്ചുകൂടായോ. ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം എൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ച 2-3 കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ കാരണം അതുകൊണ്ടൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ പ്രായമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സേവിങ്സ് വേണം. ആരെയും ആശ്രയിക്കാതെ 10 രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനങ്ങൾ കണ്ടെത്തണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം തന്നെ ഒരു അമ്മ, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, 2 ആൺമക്കളായിരുന്നു. ഇളയ മോന് ക്യാൻസർ വന്ന് മോനും മരിച്ചു. അപ്പം ഈ അമ്മയുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് ഇളയ മോനാണ്. ഈ മോൻ മരിച്ചു കഴിഞ്ഞ് മൂത്ത മോൻ കല്യാണമൊക്കെ കഴിച്ച് 2 മക്കളും ഒക്കെ ഉണ്ട്. ഇപ്പം ഇളയ മോൻ മരിച്ചു കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേ ഒരു ഫോണിനകത്തൊരു റീചാർജ് ചെയ്യാൻ മൂത്ത മോനിട്ട് കൊടുക്കത്തില്ല. പിന്നെ അവരാരോട് ചോദിക്കും? അവരുടെ ആ ഒരു വിഷമം അവർ മറ്റുള്ള ബന്ധുക്കളോട് പറഞ്ഞാണ് അവരുടെ ഫോണിൽ റീചാർജ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും, മറ്റുള്ള സ്ത്രീകളെക്കുറിച്ച് ചിന്തിക്കും. അവർക്ക് 10 രൂപ അല്ലെങ്കിൽ ഒരു പെൻഷൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കത്തില്ലയോ. നമ്മൾ ഇന്ന് സുഭിക്ഷമായിട്ട് കഴിയുന്നത് അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ക്ഷണികമാണ്. ഇന്ന് വൈകിട്ട് കിടന്നു, നാളെ നമ്മൾ എണ്ണിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള അത്രയും കാലം നമ്മൾ സന്തോഷമായിട്ട് കഴിയണം. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇന്ന് 45 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ജോലിയില്ലാതിരിക്കുന്ന സ്ത്രീകൾ അവരെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ചെറിയൊരു വരുമാനം വീട്ടിൽ നിന്ന് ചെയ്യാനുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവും. എപ്പോഴും എല്ലാവരോടും ആശ്രയിച്ച് അതിനിതാ ഇതിനിതാ എനിക്കത് വേണം, ഇതിനിപ്പോൾ എല്ലാം ഇപ്പോഴും നമുക്ക് തരണമെന്നില്ല. നമ്മൾ സ്വയം ഒരു വരുമാനം കണ്ടെത്തി അവരെ ആശ്രയിക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഒരു 3-4 രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഞാനിങ്ങനെ സ്വയം കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ചെറിയ വരുമാനമാണ്, അതൊക്കെ കൊണ്ട് എപ്പോഴും ഒന്നും ഭർത്താവിനെ ആശ്രയിക്കാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, അങ്ങനെ സാധിക്കും. സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം ഇല്ലേ, അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ ഇടുകയോ അങ്ങനെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിശ്രമിച്ചാലേ കിട്ടത്തുള്ളൂ. അല്ല വീട്ടിൽ ഇരുന്ന് അയ്യോ എനിക്ക് ജോലിയില്ലേ, ഭർത്താവിനോട് ചോദിക്കണം, എനിക്ക് അടുക്കള പണി മാത്രമേ അറിയത്തുള്ളൂ, പിന്നെ അങ്ങനെ ഇരുന്നുകൂടാ. സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ സ്വയം ഇറങ്ങി കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ പണം വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് സന്തോഷമല്ലേ. എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോഴേ നമുക്ക് സന്തോഷം വരത്തുള്ളൂ, ശരിയല്ലേ? ഇല്ലാത്ത സമയം നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അല്ലെ തന്നെ നമ്മൾ നെഗറ്റീവാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ പുറമോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് എന്ത് നേട്ടം ഉണ്ടായെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകകളൊന്നുമില്ല. അപ്പം ഇനിയുള്ള കാലം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ എന്തെല്ലാം മാർഗം നമുക്ക് കണ്ടുപിടിക്കാം, അത് നമ്മൾ സ്വയം കണ്ടുപിടിക്കണം. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നമുക്ക് വരും വീഡിയോകളിൽ പറഞ്ഞ് നമുക്ക് ചെയ്യാം. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ വീഡിയോ കണ്ട് ആദ്യമായിട്ട് കാണുന്നവർ എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.